ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് കോഴിക്കോട് തന്നെയാണ്. കാരണം നമുക്ക് സമയം വൈകുന്നേരം 6 മണിയപ്പോ തന്നെ നമ്മുടെ മിഠായി തെരുവിൽ പോകാൻ തുടങ്ങി. നമ്മളെ ബീച്ചൊക്കെ കഴിഞ്ഞ് നേരെ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞ് നേരെ മിഠായി തെരുവിൽ, കോഴിക്കോട് മിഠായി തെരുവിൽ. അവിടെ നമ്മുടെ ചങ്ക് ബ്രോ ഉണ്ട് കേട്ടോ, ഫസൽ ബ്രോ ഉണ്ട്. അദ്ദേഹത്തിനെ 2 തവണ ഞാൻ കോൾ ചെയ്തിരുന്നു, കിട്ടിയില്ല. അപ്പോൾ ഫസൽ ബ്രോന്റെ കടയും അതുപോലെ മിഠായി തെരുവും ഒക്കെ കാണിക്കുന്ന വീഡിയോ ആണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഈ മിഠായി തെരുവ് എന്ന് പറയുന്നത് കോഴിക്കോടിലെ ഫേമസ് ആയ ഒരു സ്ഥലമാണ്. പല മൂവികളും മിഠായി തെരുവ് ഞാൻ കണ്ടു. പക്ഷേ ഇടയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാൽ ഞാൻ മിഠായി തെരുവ് ഭയങ്കര തിരക്കുന്നു. ഒത്തിരി ആൾക്കാർ ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാ ആൾക്കാരും ഹൽവ വാങ്ങാനും ഒരു ഹൽവ. പിന്നെ നിങ്ങളൊരു പാട്ടുണ്ടോ, കൽവിൽ കോഴിക്കോട് കടലമ്മ കരക്ക് കണ്ടു. ആ പാട്ടിൽ പറയുന്ന മിഠായി തെരുവൊക്കെ ഇതാട്ടോ. പിന്നെ മിഠായി തെരുവ് വേറെ ലെവലാണ്. കാരണം എന്താ പറയുക, ഞാൻ കോഴിക്കോട് ബീച്ചിൽ നിന്ന് അവിടെ നിന്ന് കയറി ഇങ്ങോട്ട് ഇറങ്ങി ഭയങ്കര ആൾക്കാർ. ഇവിടെ നമ്മളെ ഫസൽ ബ്രോനെ കുറേ തവണ വിളിച്ചു. എൻ്റെ ഫോണിൽ പൈസ ഇല്ലാത്തവണെന്ന് അറിയില്ല, ഒരു ഫോൺ വിളിച്ചില്ലെന്ന് അറിയില്ല. ഞാൻ വിളിച്ചിട്ട് പുള്ളി ഫോണില്ല, ഇടയ്ക്ക് വിളിക്കലുണ്ട്. കൈതരുവിലൊക്കെ വന്നാലും മുപ്പേ വിളിക്കുന്ന ഒരു പരിപാടി കിട്ടി. അപ്പോൾ ഈ പ്രാവശ്യം ബ്രോനെ കാണണം വിചാരിച്ചു. ബ്രോ വളരെ ചങ്കാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇടയ്ക്ക് വിളിക്കണം വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ ഫസൽ ബ്രോയുടെ ഫോണൊക്കെ പോകുന്നത്. അവസാനം അതോ യുവതിയാണ് ഞങ്ങൾ നടന്നുകാണ് അങ്ങ് തല വരെ നടന്നു. കൈത്തരുവിൻ്റെ ആ ഒരു തല മുതൽ അങ്ങ് തല വരെ. കാരണം തല മുതൽ തുടങ്ങിയ അവസാനം വരെ കാണാനുണ്ട്. കാരണം ഒരുപാട് ബിസിനസ് ഒരുപാട് ആൾക്കാരുണ്ട്. കോഴിക്കോട് നൽകുണ്ട്. അങ്ങനെ പലതരം ഐറ്റംസ് സാധനങ്ങളാണ് അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഞാനതിനൊരു ഒരു അൽവക്കട്ടം വാങ്ങി. അതേമാതിരി തന്നെ അവിടെ നിന്ന് ജ്യൂസ് എടുക്കി. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ നടന്നു. അതൊക്കെയാണ് ഞങ്ങൾക്ക് പരിപാടി. പിന്നെ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയതാണ്. അപ്പുറത്ത് വണ്ടി കൊണ്ടുപോയിട്ടാലും നടന്നു പോയി. ഫുള്ള് കറങ്ങിയപ്പോൾ തന്നെ 8-9 മണിയായി. 9 മണിയായി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ നമ്മളെ ഫസൽ ബ്രോനെ പലതവണ വിളിച്ചെങ്കിലും ഫസൽ ബ്രോ ഫോൺ എടുത്തില്ല. എൻ്റെ ഗ്രൂപ്പിലൊരു മെമ്പറും കൂടിയാണ്. എനിക്ക് സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, ഓൾ കേരള ചക്സ് എന്ന് പറഞ്ഞത്. ഇപ്പോഴും നിലവിലൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ഉള്ള ആൾക്കാരും ഫ്രണ്ട്ഷിപ്പൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പിലൊരു മെമ്പർ കൂടിയായിരുന്നു. ഫസലും കാലിക്കറ്റ് മിഠായി തെരുവിലെ ഷോപ്പ് ഉള്ളത് എവിടെയാണ് കറക്റ്റ് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പക്ഷെ കിട്ടിയില്ല. മിഠായി തെരുവ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ സിനിമയിലും അതുപോലെ 2-3 സിനിമയിലൊക്കെ ഞാനിത് സെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. മിഠായി തെരുവ് നമ്മുടെ വേറെ ഏതോ ഒരു പടത്തിൽ, മലയാള സിനിമയിൽ ഏതോ ഒരു പടത്തിൽ മിഠായി തെരുവിൻ്റെ ഓരോ സീനുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പടത്തിന് തീരെ എനിക്ക് ഓർമ്മയില്ല. അപ്പോഴാണ് മിഠായി തെരുവ് വന്ന് കാണണം വിചാരിച്ചത്. അപ്പോൾ 2-ാം പ്രാവശ്യം മിഠായി തെരുവ് ഫസൽ ബ്രോനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. കിട്ടിയില്ല.